നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു നടത്തിയ വിവാദ പ്രസംഗം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വേനൽ കനത്തതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിക്കുന്നു. വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെ കാട്ടാനകളടക്കം കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. യേശുദേവിന്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആചരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു നടത്തിയ വിവാദ പ്രസംഗം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. എതിരാളികളെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ അദ്ദേഹം തങ്ങൾക്കെതിരെ ആരെങ്കിലും അടുക്കുകയാണെങ്കിൽ ബ്ലൗസ് വലിച്ചു കീറാൻ കഞ്ഞിക്കുഴിയിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ രാജേശ്വരിയോട് നിർദ്ദേശം നൽകിയതായും വെളിപ്പെടുത്തി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജേശ്വരി ഉപയോഗിച്ച് എതിരാളികളെ നേരിടാൻ കഴിയുമെന്ന നിലപാടാണ് വാഴത്തോപ്പിൽ നടത്തിയ പ്രസംഗത്തിൽ CP മാത്യു പങ്കുവച്ചത്. കോൺഗ്രസ് എതിരാളികളെ നേരിടുന്ന രീതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതായി ഈ പ്രസംഗം വിലയിരുത്തപ്പെടുന്നു. UDF ഇടുക്കി നിയോജകമണ്ഡല സ്ഥാനാർത്ഥിയായ റോയി കെ പൗലോസിന്റെ വാഴത്തോപ്പ് മണ്ഡല പര്യടന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് CP മാത്യു ഈ പരാമർശങ്ങൾ നടത്തിയത്. 2 ദിവസം മുമ്പ് ശശി തരൂരിന്റെ റോഡ് ഷോയ്ക്കിടെ വികലാംഗനായ പ്രവർത്തകനെ തള്ളിയ സംഭവത്തിൽ വിവാദത്തിലായിരുന്നു അദ്ദേഹം. പുതിയ പ്രസ്താവനയിലൂടെ വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൻസി തോമസ് പഞ്ചായത്ത് അംഗമായ സിജി ചാക്കോയെ മർദ്ദിച്ചതായും തലയടിച്ചു പൊട്ടിച്ചതായും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജേശ്വരിയോട് താൻ ബ്ലൗസ് വലിച്ചു കീറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് തന്നെ പിന്നീട് കേസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും CP മാത്യു അവകാശപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടത്തു ആൻസി ഓരെണ്ണം അവന്റെ തലയുടെ മണ്ട പറഞ്ഞു. യുവമാർ മാത്രമുള്ള ഈ ഗുണ്ടകളുള്ളതല്ലേ പറയുന്നത്. നമ്മുടെ ഗുണ്ടകളൊന്നുമില്ല, നല്ല ചെറുപ്പക്കാർ 19 പേരെന്നുള്ളത്. കാപ്പിപ്പത്രം വേണ്ട, ചുമ്മാ മറ്റേ ഈ ഞഞ്ഞാമിഞ്ഞ സാധനങ്ങളൊന്നും കാപ്പിപ്പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യുള്ളൂ. ഇതിനിടെ കഞ്ഞിക്കുഴിയിലെ CPM നേതാവായ ലിസി ജോസിനെതിരെ നടത്തിയ പരാമർശങ്ങളും പ്രതിഷേധം ശക്തമാക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതും ആദിവാസി വിഭാഗത്തെ തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ പ്രേരിപ്പിച്ചതും എതിരാളികളെ നേരിടാൻ യുവാക്കളെ അണിനിരത്തിയതും എതിർ പാർട്ടികളുടെ ഫ്ലെക്സുകൾ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചതുമാണ് CP മാത്യുവിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. ഈ പ്രസംഗം നടത്തുമ്പോൾ വേദിയിൽ KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, റോയി കെ പൗലോസ്, AP ഉസ്മാൻ എന്നിവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവന പുറത്തു വന്നപ്പോൾ ഇവരും നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന പ്രവണത ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഈ വിവാദ പ്രസംഗം പുറത്തു വന്നതോടെ മുൻകാലങ്ങളിൽ നടന്ന പീഡന കേസുകളുമായി ബന്ധപ്പെട്ടും കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സിറ്റി വിഷൻ ഇടുക്കി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പട്ടികവർഗത്തിൽപ്പെട്ട വനിതകളെ ഉപയോഗിച്ച് കള്ളക്കേസുകളുണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും കേസിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയുമാണ് നടക്കുന്നത്. അക്രമമാർഗത്തിലൂടെ ഇടുക്കി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെല്ലാം DCC പ്രസിഡന്റ് CP മാത്യുവാണ് നേതൃത്വം വഹിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ ശ്രമിക്കുന്നവർ അതിന് 7 അയൽവക്കത്ത് പോലും എത്തുകയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ജില്ലയെ ചേർത്തുപിടിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും CV വർഗീസ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏത് വിധേന തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ജില്ലയെ
ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അനുഭവമുള്ള ജനങ്ങൾ ഈ ഗവൺമെൻറ് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുകയും ചെയ്യുക. ഇടുക്കി അസംബ്ലി മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഏത് വിധത്തിലുള്ള ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന ഉദാഹരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, കള്ളപ്രചാരവേല സംഘടിപ്പിക്കുക. അങ്ങനെ കള്ളപ്രചാരവേല ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുക, ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാരെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ നടത്തുക, കലാപാഹ്വാനം നടത്തിക്കൊണ്ട് ആ കലാപാഹ്വാനം പരസ്യമായ പ്രതികരണം നടത്തുക. ഇത്തരം നിലപാടുകൾ നമ്മുടെ നാടിന് ഭൂഷണമാണോ എന്ന് ആലോചിക്കുന്നു. മുഖ്യമന്ത്രി കസേര ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ അതിൻ്റെ 7 അയലക്കത്ത് പോലും എത്താത്ത സന്ദർഭത്തിലാണ് തങ്ങൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നുവെന്നും ഇനി അധികാരമെല്ലാം തങ്ങളുടെ കൈവശമാണെന്നും അതുകൊണ്ട് അധികാരത്തിൻ്റെ അഹങ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയുള്ള നിലപാട് തങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെയും അക്രമ സ്വഭാവത്തിൻ്റെ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന ഉദാഹരണമാണ്. ഒരാളല്ല, സംഘടിതമായി പറയുകയാണ്. സംഘടിതമായി കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപാഹ്വാനത്തെ സമചിത്തതയോടും അങ്ങേയറ്റം വിവേകപൂർവമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ സ്വീകരിക്കുള്ളൂ. വേനൽ കനത്തതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിക്കുന്നു. വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെ കാട്ടാനകളടക്കം കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. ഇതിനോടകം ഈ വേനൽക്കാലത്ത് വന്യജീവി ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുകയെന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മുൻ വർഷങ്ങളിലെന്ന പോലെ ഇത്തവണയും മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിച്ചു വരികയാണ്. വേനൽ കനത്ത വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെയാണ് കാട്ടാനയടക്കമുള്ള മൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളാണ് കൂടുതലായി ആശങ്ക പരത്തുന്നത്. പടയപ്പയും ഒറ്റക്കൊമ്പനുമൊക്കെ പകൽ സമയത്ത് പോലും ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് പകൽ കാട്ടുപോത്ത മറയൂർ ടൗണിൽ ഇറങ്ങിയത് ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. 2 പേർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ സ്ഥിരമായെന്നോണം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് വാഹനയാത്രികരെ വലയ്ക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കാട്ടാനക്കൂട്ടം പന്നിക്കും കാട്ടുപോത്തിനുമൊപ്പം വേനൽ കനത്തതോടെ വലിയ തോതിൽ കുരങ്ങുകൾ കൃഷിയിടങ്ങളിലിറങ്ങി നാശം വരുത്തുന്നതും കർഷകർക്ക് വിനയാകുന്നുണ്ട്. ഇതിനോടകം ഈ വേനൽക്കാലത്ത് വന്യജീവി ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുകയോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. പരീക്ഷക്കാലമായിരുന്നതിനാൽ 2 മാസമായി മന്ദഗതിയിലായിരുന്ന മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല ഇടവേളയ്ക്ക് ശേഷമാണ് അനക്കം വെച്ചു തുടങ്ങിയത്. ഈസ്റ്റർ, തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് ശേഷം മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിയത്. എന്നാൽ മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് വീണ്ടും സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ഈസ്റ്റർ, തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് ശേഷം മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ, ഹൈഡൽ പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന രാജമല തുറന്ന ആദ്യ ദിവസം 1227 പേർ പാർക്ക് സന്ദർശിച്ചു. അതേസമയം ടൂറിസം മേഖല ഈ സീസണിൽ ചില പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. ചായക്കടകൾ, ഹോട്ടൽ, റിസോർട്ട്, ഹോം സ്റ്റേകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ജോലി ചെയ്തിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. തമിഴ്നാട്, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIRൽ പേര് ചേർക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനുമായി ജീവനക്കാർ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയതോടെ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം അവതാളത്തിലായി. പാചകവാതക ക്ഷാമമാണ് ടൂറിസം, ഹോട്ടൽ മേഖലകൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. സിറ്റി വിഷൻ, മൂന്നാർ. ആനവിലാസം പളനിക്കാവ് ഭാഗത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തി വന്നയാൾ കുമളി പോലീസിന്റെ പിടിയിൽ. ആനവിലാസം പളനിക്കാവ് അങ്കനവാടിക്ക് സമീപം താമസിക്കുന്ന കാർത്തികേയൻ എന്നയാളാണ് പിടിയിലായത്. ആഘോഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വന്ന 10ലധികം കുപ്പികളിലായി ഏകദേശം 6 ലിറ്ററോളം വിദേശ മദ്യം പോലീസ് പിടിച്ചെടുത്തു.
ഉൾപ്രദേശങ്ങളിൽ നിന്നും ആവശ്യക്കാർ ഇയാളുടെ വീട്ടിലെത്തിയാണ് മദ്യം വാങ്ങിയിരുന്നത്. കുമളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ കണ്ണൻ, വനിതാ CPO സുനിമോൾ, സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പരിശോധന നടത്തി മദ്യം പിടിച്ചെടുത്തത്. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. യേശുദേവന്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആചരിക്കുന്നു. ഇടുക്കിയിലെ വിവിധ ദൈവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിലും പ്രത്യേക തിരുക്കർമ്മങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി തിന്മയെ തോൽപ്പിച്ച് യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ദിവസമാണ് ഈസ്റ്ററായി ആചരിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെയും അവശതയുടെയും അടിച്ചമർത്തലിന്റെയും ഇരയായി കഷ്ടതയുടെ പടുകുഴി ദർശിക്കുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെയും നവജീവിതത്തിന്റെയും ഉൾവിളിയും ഉത്സവവുമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പു തിരുനാൾ. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് പാതിര കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുത്തു. ദേവാലയങ്ങളിൽ രാത്രി 10 മണിയോടെ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. വിശുദ്ധ കുർബാനയോട് കൂടിയാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. ഉദ്ധിതനായ യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയം ചുറ്റിത്തിരിഞ്ഞ് പ്രദക്ഷിണം നടന്നു. വിശ്വാസ സമൂഹത്തിന് ഈസ്റ്റർ ദിന സന്ദേശവും നൽകി. ഈസ്റ്റർ മുട്ട വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. പ്രത്യാശയുടെയും ഉയർപ്പിന്റെയും സന്ദേശം പകർന്ന ഈസ്റ്റർ മുട്ടകൾ വിതരണം ചെയ്ത മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരോത്തി പള്ളിയിലെ KCYM യുവജനങ്ങളാണ് മുട്ടകൾ തയ്യാറാക്കി വിശ്വാസികൾക്ക് വിതരണം ചെയ്തത്. 1400 കോഴിമുട്ടകളിലാണ് അംഗങ്ങൾ ചായം പൂശിയത്.
ഹാപ്പി ഈസ്റ്റർ എന്ന സന്ദേശവും മുട്ടയിലെഴുതി തിളപ്പിച്ചെടുത്ത പുറന്തോട് കളയാത്ത മുട്ടകളിലാണ് നിറം നൽകുന്നത്. മുട്ട പൊട്ടാതെ സൂക്ഷ്മമായി ഓരോരുത്തരും മുട്ടകളിൽ അലങ്കാരം ചെയ്തു. മുൻ വർഷങ്ങളിലും ഈസ്റ്റർ മുട്ട ഒരുക്കിയിരുന്നു. ഈസ്റ്റർ ദിവസം രാത്രിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വാസികൾക്ക് മുട്ട വിതരണം ചെയ്യും. ക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈസ്റ്റർ മുട്ടയുടെ ചരിത്രം. മരണത്തെ ജയിച്ച് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്. പുരാതന കാലത്തെ മെസപ്പൊട്ടോമിയയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ടകൾ ആചാരമായി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ബ്രിട്ടനിൽ 15-ാം നൂറ്റാണ്ട് മുതൽ അരിമാവും പഞ്ചസാരയും കൊണ്ട് മുട്ടകൾ ഉണ്ടാക്കുമായിരുന്നു. കോഴി, താറാവ് എന്നിവയുടെ മുട്ട തിളപ്പിച്ചെടുത്ത് പുറന്തോടിൽ ചായങ്ങൾ പൂശുന്നതാണ് പരമ്പരാഗത രീതി. പണ്ട് പച്ചക്കറികളുടെ ചാറും പ്രകൃതിദത്തമായ വസ്തുക്കളുമായി നിറം പകരാൻ ഉപയോഗിച്ചത്. പിന്നീടാണ് പ്ലാസ്റ്റിക് മുട്ടകളും ചോക്ലേറ്റ് മുട്ടകളും പ്രചാരത്തിൽ വന്നത്. ചുവപ്പ് മുട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ് ചുവപ്പ് മുട്ടകൾ. ഇന്ന് പള്ളികളിലും ഭവനങ്ങളിലും മാത്രമല്ല ബേക്കറികളിലും ഈസ്റ്റർ മുട്ട വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നു. സിറ്റി വിഷൻ, രാജകുമാരി. ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ CSI ദേവാലയങ്ങളിലും ഇന്നു പുലർച്ചെ നടന്നു. യേശുക്രിസ്തു പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽത്തതിന്റെ പുണ്യസ്മരണയിൽ പ്രത്യേക പ്രാർത്ഥനകളും ആരാധനയും വചന ശുശ്രൂഷകളും നടന്നു. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഈസ്റ്റർ ഞായറാഴ്ചയായ ഇന്ന് പുലർച്ചെ പ്രത്യേക ശുശ്രൂഷകളോടെയും വിശുദ്ധ കുർബാനയോടെയുമാണ് സഭ ഈ ദിവസം ആചരിക്കുന്നത്. പ്രത്യാശയുടെയും വിജയത്തിന്റെയും സന്ദേശമാണ് ഈ തിരുനാൾ നൽകുന്നത്. മരണം ജയിച്ച ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രത്യേക ആരാധനാക്രമം, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്ന പരമ്പരാഗത അഭിവാദ്യത്തോടെ വിശ്വാസികൾ ഉയർപ്പ് സന്തോഷം പങ്കുവച്ചു. കേരളത്തിലെ CSI മധ്യ കേരള മഹാ ഇടവക, ദക്ഷിണ കേരള മഹാ ഇടവക, വടക്കൻ കേരള മഹാ ഇടവക എന്നിവിടങ്ങളിലെല്ലാം വളരെ ഭക്തിസാന്ദ്രമായാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചത്. ഒഴുവത്തടം, പണിക്കൻകുടി CSI പള്ളികളിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 50 ദിവസം നീണ്ടുനിന്ന നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പരിസമാപ്തി കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. രാത്രി 10-ന് നടന്ന ഉസ്താന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഉയർപ്പിനെ തുടർന്ന് കൽക്കുരിശ് ചുറ്റി പ്രദക്ഷിണവും നടന്നു. ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട് ഈസ്റ്റർ സന്ദേശം നൽകി. ഉദ്ധാനത്തിന് ശേഷം മിശ്ര ശിഷ്യന്മാരെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവർക്ക് വാഗ്ദാനം ചെയ്തത് ഈ സമാധാനമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെയും ഈ സമാധാനം നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മനസ്സുകളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മളുടെ ബന്ധങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലുമെല്ലാം ഈ സമാധാനം ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിശിഹായുടെ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെയും മിശിഹായുടെ സമാധാനം സ്വന്തമാക്കിക്കൊണ്ട് അത് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, സഹവികാരി ഫാദർ ആൽബർട്ട് പള്ളിത്താഴത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഈസ്റ്റർ മുട്ട വിതരണവും ഉസ്ഥിത രൂപം ചുംബിക്കലും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. 50 ദിവസം നീണ്ടുനിന്ന നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പരിസമാപ്തി കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി അജിത് ജോസഫ് പുതുപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം.
22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു നടത്തിയ വിവാദ പ്രസംഗം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വേനൽ കനത്തതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ശല്യം വർദ്ധിക്കുന്നു. വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതോടെ കാട്ടാനകളടക്കം കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. യേശുദേവിന്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആചരിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.